സിസ്റ്റം ഒരറ്റത്തു നിന്നേ തകരാറിലായി വരുന്നു. പാറശാല ഭാഗത്ത് ലാ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികളുടെ മണ്ടയിൽ കൂടെ സീലിംഗ് വന്ന് വീണു. അത് വേറൊരു വിഷയം. അവധിയുള്ളൊരു സ്കൂളിൽ, ഈ മഴ പ്രമാണിച്ച് അവധിയുള്ളൊരു സ്കൂളിൽ കെട്ടിടം ഇടിഞ്ഞു വീണു, മേൽക്കൂര ഇടിഞ്ഞു വീഴുന്നു. അങ്ങനെ കേരളത്തിലെ ലോകോത്തര മാതൃകയുള്ള കെട്ടിടങ്ങൾ ഒന്നൊന്നായി ഇടിഞ്ഞു വീഴുകയാണ്. അവിടെ മിഥുൻ എന്ന് പറയുന്ന കുട്ടി തേവലക്കരയിൽ കറണ്ടിൽ പിടിച്ച് അവൻ്റെ ചെരുപ്പെടുക്കാൻ, കുഞ്ഞിൻ്റെ ചെരുപ്പെടുക്കാൻ കയറി കറണ്ടിൽ പിടിച്ച് അയാൾ മരിച്ചു. സ്കൂളിൽ പാമ്പ് കയറുന്നു. ഇപ്പോൾ അപ്പോഴാണ് ഇദ്ദേഹം വട്ടത്തിലിരിക്കാനും നീളത്തിലിരുത്താനുമുള്ള പരിപാടികളായിട്ട് നടക്കുന്നത്. എൻ്റെ പൊന്ന് ശിവൻകുട്ടി സാറേ, നിങ്ങൾ ഈ സ്കൂളുകളുടെ ഒരു കണക്കെടുക്കൂ. അത് എയ്ഡഡ് സ്കൂളായാലും അൺഎയ്ഡഡ് സർക്കാർ സ്കൂളുകളായാലും അവിടെ ആവശ്യമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തു. അല്ലെങ്കിൽ തൊട്ടടുത്ത സ്കൂളുകളിലേക്ക് കുട്ടികളെ മാറ്റൂ. എന്തൊരു സംവിധാനമാണ്. ഇനി ആകപ്പാടെ കുറച്ച് കുട്ടികളാണ് കേരളത്തിൽ പഠിക്കുന്നത്. ഇനി സ്കൂൾ കുട്ടികൾ ഇവിടെ നിന്ന് പോകണോ? കോളേജ് കുട്ടികൾ 80,000-ഓളം പേര് പോകുന്നുണ്ട്. ഇവിടെ നിന്ന് 80,000-ഓളം പേരല്ല, 2.5 ലക്ഷം പേര് പോകുന്നുണ്ട്. 80,000 സീറ്റ് ഇവിടെ ഒഴിഞ്ഞു കിടക്കുകയാണ്. കണ്ണൂർ സർവകലാശാല, കോഴിക്കോട് സർവകലാശാലയാണ് ഏറ്റവും കൂടുതൽ. കാരണം മലപ്പുറം എത്താണല്ലോ, അത് കുട്ടികൾ കൂടുതൽ ചേരുന്നത് കോഴിക്കോട് സർവകലാശാല. അപ്പോൾ കോഴിക്കോട് സർവകലാശാല, അതുപോലെ കണ്ണൂർ സർവകലാശാല, കോട്ടയം മഹാത്മാഗാന്ധി സർവകലാശാല, കേരള സർവകലാശാല, സംസ്കൃത യൂണിവേഴ്സിറ്റി, എല്ലാ യൂണിവേഴ്സിറ്റികളിലുമായി 80,000-ഓളം സീറ്റാണ് ഒഴിഞ്ഞു കിടക്കുന്നത്. ഒന്നും രണ്ടുമല്ല. അപ്പോൾ അത്രയും സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. കോളേജിലെ മക്കളൊക്കെ പോവും. പിന്നെ സ്കൂൾ കുട്ടികൾ കൂടെ പോകണോ? ഇനി തമിഴ്നാട്ടിൽ പോയി പഠിക്കണോ? എന്താണ് ഈ ചെയ്തു വയ്ക്കുന്നത്? ഒരു ഇൻഫ്രാസ്ട്രക്ചറും ഇല്ലാത്ത രീതിയിൽ എന്താണ് വിദ്യാഭ്യാസ യജ്ഞം നടത്തിയവരാണ് ഇവിടെ. എവിടെ പോയി ശ്രീരാമകൃഷ്ണനൊക്കെ? പ്രൊഫസർ രവീന്ദ്രനാഥും ശ്രീരാമകൃഷ്ണനും ഒക്കെ കൂടി ഒരു യജ്ഞം നടത്തിയല്ലോ. ഇതായിരുന്നു യജ്ഞം. പൊളിഞ്ഞു വീഴുന്ന കെട്ടിടങ്ങളാണ്, കംപ്ലീറ്റ് പൊളിഞ്ഞു വീഴുകയാണ്. ലാ കോളേജ് പൊളിഞ്ഞു വീഴുന്നു, അതിൻ്റെ സീലിംഗ് പോകുന്നു. സ്കൂള് പൊളിഞ്ഞു വീഴുന്നു, സ്കൂളിൽ കറണ്ടടിച്ച് കുട്ടികൾ മരിക്കുന്നു. എന്തൊരു ഉളുപ്പാണ്. എന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു മുഖ്യമന്ത്രി ഉണ്ടോ? നമുക്ക് മുഖ്യമന്ത്രി ഇതുപോലെ അറിയുന്നുണ്ടോ? എന്തിലെങ്കിലും ഒരു പ്രതികരണമുണ്ടോ? നമ്മൾ ആളുകൾ ഹമാസിനെ കൊന്നെന്ന് പറഞ്ഞ് ഹമാസിൽ ആരെങ്കിലുമൊക്കെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് നമുക്ക് വലിയ ആവേശമായിരിക്കും, വളരെ വലിയ ആവേശമാണ്. ഹമാസിൽ അങ്ങനെ ചെയ്തു. അവിടെ ഛത്തീസ്ഗഡിൽ ഇപ്പോൾ എല്ലാവരെയും നമ്മൾ നന്നാക്കിയിട്ടേ അടങ്ങുള്ളൂ. അവിടുത്തെ മാവോയിസ്റ്റുകളെയും അവിടുത്തെ സകല ആളുകളെയും ആദിവാസികളെയും ദളിതന്മാരെയും എല്ലാം ഇപ്പം നന്നാക്കിയിട്ടേ നമ്മൾ അടങ്ങുള്ളൂ. അവിടെ മതപരിവർത്തനമൊക്കെ ഉണ്ട്. അതെല്ലാം നമ്മളിപ്പോൾ ക്ലോസ് ചെയ്തിട്ടാണ് നിൽക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ നിൽക്കുന്നത്. ഇവിടുത്തെ സ്കൂളുകളിൽ പാവങ്ങൾ കുട്ടികൾക്ക് പഠിക്കുന്ന സ്കൂളുകളിൽ നല്ല മെനു കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക, അവർക്ക് നല്ല ഇൻഫ്രാസ്ട്രക്ചർ കൊടുക്കുക, കെട്ടിടങ്ങൾ പണിത് കൊടുക്കുക, തലയിൽ വീണ് ചത്തുവാതിരിക്കുക. ഇനിയും ഒരുപാട് പേര് ചാവാൻ നിൽക്കുകയാണെന്ന് തോന്നുന്നു. എന്തൊരു ശനി പിടിച്ച കാലത്താണ് നമ്മൾ താമസിക്കുന്നത്. എന്തായാലും ശിവൻകുട്ടി മാഷേ, നിങ്ങൾ വളരെ കൃത്യമായി ഇത് ശ്രദ്ധിക്കണം. സ്കൂളുകളിൽ സുരക്ഷാ ഓഡിറ്റ് നിങ്ങൾ നടത്താൻ തീരുമാനിച്ചു. ബിന്ദു മേഡത്തിനോടാണ് ഇത് പറയാനുള്ളത്. നിങ്ങൾ കോളേജുകളിലും കൂടി ഒരു സേഫ്റ്റി ഓഡിറ്റ് നടത്തുക, ഒരു സുരക്ഷാ ഓഡിറ്റ് നടത്തുക. നമ്മുടെ കോളേജുകളിലെ ഈ ലാ കോളേജിൽ താഴോട്ട് വീണതുപോലെ കോളേജുകളിൽ ഇനി കുട്ടികൾ കാണത്തില്ല. എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നൊക്കെയാണ് ഒരുപാട് പേര് പുറത്ത് പോകുന്നതെങ്കിൽ ഇഞ്ചിനീയറിംഗ് ഒക്കെ പഠിക്കാൻ വേണ്ടി ഇനിയിപ്പോൾ ആർട്സ് ആൻഡ് സയൻസിലും കാണത്തില്ല, ലാ കോളേജിലും കാണത്തില്ല. തിരുവനന്തപുരത്ത് ഗവൺമെൻറ് ലാ കോളേജിലും തിരുവനന്തപുരം ലാ അക്കാഡമിയിലൊക്കെ അഡ്മിഷൻ കിട്ടാൻ വലിയ പാടായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഇപ്പോൾ ഒരുപാട് ലാ കോളേജിൽ വന്നു, പക്ഷേ പഠിക്കാൻ കുട്ടികളില്ല. എങ്ങനെയാണ് കുട്ടികൾ നെറ്റിൽ അടിച്ചു നോക്കി, റേറ്റിംഗ് നോക്കി, കമ്പ്യൂട്ടറിൽ നോക്കി, ഗൂഗിളിൽ നോക്കി, ഇൻസ്റ്റാഗ്രാമിൽ നോക്കി, നല്ല കോളേജ് നോക്കി പോകും, നല്ല സ്കൂൾ നോക്കി പോകും. അപ്പോഴും നമുക്കിരുന്ന് മൃദംഗം അടിക്കാം. ഞങ്ങൾ ഒന്നാണ്, നമ്മൾ ഒന്നാമതാണ്, നിങ്ങൾ വരൂ, നമ്മളെ കണ്ട് പഠിക്കൂ. ഞങ്ങളുടെ പൊളിഞ്ഞ കെട്ടിടങ്ങളും പൊളിയുന്ന കെട്ടിടങ്ങളും കണ്ട് നിങ്ങൾ പഠിക്കൂ. നിങ്ങൾ വരൂ കേരളത്തിലേക്ക് എന്ന് പറഞ്ഞ് നമുക്ക് വായ്ത്താരിയിടാം.